നമസ്കാരം. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ നിന്നുയരുന്ന സ്വതന്ത്ര പ്രക്ഷോഭങ്ങളുടെ ശബ്ദം ആഗോളതലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. തന്ത്രപ്രധാനമായ ഗ്വാദറിലെ ജീവാനി പൻവാൻ മേഖലയിലുള്ള പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് ക്യാമ്പിന് നേരെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ അത്യാധുനിക ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് നടത്തിയ അതിശക്തമായ ട്രക്ക് ബോംബ് ചാവേർ ആക്രമണമാണ് ഇതിന് ഒടുവിലത്തെ തെളിവ്. ഇന്നലെ പ്രാദേശിക സമയം വൈകുന്നേരം 6:32 രാജ്യാന്തര പ്രതിരോധ നിരീക്ഷകരെ പോലും ഞെട്ടിച്ച ഈ ആക്രമണം അരങ്ങേറിയത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിട്ടും കടുത്ത ദാരിദ്ര്യവും വിവേചനവും നേരിടുന്ന ബലൂച്ച് ജനതയുടെ ദശാബ്ദങ്ങൾ നീണ്ട സായുധ പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചരിത്രവും പാകിസ്ഥാനെതിരെയുള്ള അവരുടെ പോരാട്ട വീര്യവും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഗ്വാദറിലെ ഈ അതീവ അപകടകരമായ ഓപ്പറേഷനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച വലിയൊരു മസ്ത ട്രക്കാണ് BLA ഉപയോഗിച്ചത്. അത്താവുള്ള ബലൂച്ച് അഥവാ അജ്മൽ എന്നു പേരുള്ള ചാവേർ ഈ ട്രക്ക് അതിശക്തമായ സുരക്ഷയുള്ള കോസ്റ്റ് ഗാർഡ് ക്യാമ്പിലേക്ക് അതിവേഗം ഇടിച്ചു കയറ്റുകയായിരുന്നു. കിലോമീറ്ററുകളോളം പ്രകമ്പനം കൊള്ളിച്ച ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ പ്രധാന താവളവും ബാരക്കുകളും നിമിഷനേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷിത താവളം പൂർണ്ണമായും തകർന്ന് അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി മാറിയെന്ന് BLA വക്താവ് ജിയൻ ബലൂച്ച് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് തെളിവായി സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ക്യാമ്പിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന വൻ സ്ഫോടനത്തിൻ്റെയും 43 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ BLAയുടെ മാധ്യമ വിഭാഗമായ ഹക്കൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിലുണ്ടായ ഈ ട്രക്ക് ബോംബ് സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ BLAയുടെ തന്ത്രപ്രധാനമായ ആക്ഷൻ വിങ്ങായ ഫത്തേ സ്ക്വാഡ് തകർന്ന ക്യാമ്പിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇരച്ചു കയറുകയായിരുന്നു. അതീവ ആസൂത്രിതമായി മുന്നേറിയ ഇവർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പാക് സൈനികരുമായി വളരെ അടുത്തുനിന്ന് കടുത്ത ഏറ്റുമുട്ടൽ നടത്തി. ഈ സംയുക്ത സൈനിക നീക്കത്തിലൂടെ 30-ലധികം പാക് സൈനികരെ വധിക്കാൻ കഴിഞ്ഞുവെന്നാണ് സായുധ സംഘടന അവകാശപ്പെടുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാലും പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. എന്നാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പുറം ലോകം അറിയാതിരിക്കാൻ പാക് സൈന്യവും ഭരണകൂടവും ഈ ഭീകരമായ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ കടുത്ത പോരാട്ടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ ചരിത്ര പശ്ചാത്തലമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സവിശേഷമായ സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ. എന്നാൽ 1947 ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 48 പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഈ പ്രദേശം ബലപ്രയോഗത്തിലൂടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ബലൂച്ച് ഗോത്ര നേതാക്കളും ജനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിരോധം ഉയർത്തിയിരുന്നു. ഈ ചരിത്രപരമായ അതൃപ്തികളിൽ നിന്നും നിരന്തരമായ അടിച്ചമർത്തലുകളിൽ നിന്നുമാണ് 2000-ന്റെ തുടക്കത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന സായുധ പ്രസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊള്ളുന്നത് പോലും. ബലൂചിസ്ഥാന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഈ സംഘടനയ്ക്ക് പഴയകാല ബലൂച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും ഗോത്ര പോരാളികളുടെയും ശക്തമായ അടിത്തറയും ഉണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ തോക്കെടുക്കാൻ ബലൂച്ച് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സാമ്പത്തിക ചൂഷണമാണ്. പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് എന്നിവയാൽ അതീവ സമ്പന്നമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എങ്കിലും ഇവിടെ നിന്നുള്ള വരുമാനം മുഴുവൻ പാകിസ്ഥാൻ സർക്കാർ പഞ്ചാബ് പ്രവിശ്യയുടെ വികസനത്തിനായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ പാകിസ്ഥാൻ കൊള്ളയടിക്കുമ്പോൾ തങ്ങൾക്ക് കുടിവെള്ളവും പ്രാഥമിക വിദ്യാഭ്യാസവും പോലും ലഭിക്കുന്നില്ലെന്ന് BLA ആരോപിക്കുന്നു. ഇതിനു പുറമെ ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ നടപ്പിലാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി തങ്ങളുടെ പരമാധികാരം തകർക്കാനും ഗ്വാദർ തീരപ്രദേശം വിദേശികൾക്ക് പണയപ്പെടുത്താനുമുള്ള നീക്കമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതാണ് പാക് സൈന്യത്തിന് പുറമെ ചൈനീസ് ഉദ്യോഗസ്ഥരെയും പദ്ധതികളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്താൻ BLAയെ പ്രേരിപ്പിക്കുന്നത്. തുടക്കകാലത്ത് വെറും ഗറില്ല യുദ്ധമുറകളും പൈപ്പ് ലൈനുകളും തകർക്കുന്നത് പോലെയുള്ള അട്ടിമറി നീക്കങ്ങളായിരുന്നു BLA നടത്തിയിരുന്നത് എങ്കിൽ 2010-ന് ശേഷം സംഘടനയുടെ യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ടാണ് മജീദ് ബ്രിഗേഡ് എന്ന സവിശേഷമായ ചാവേർ സ്ക്വാഡ് ഉയർന്നു വരുന്നത്. കേവലം ബോംബ് സ്ഫോടനങ്ങൾക്കുമപ്പുറം പാക് സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അത്യാധുനിക ആയുധങ്ങളുമായി സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇരച്ചു കയറി പോരാടുന്ന ഫിദായിൻ രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. പുരുഷന്മാർ മാത്രമല്ല, സർവകലാശാലകളിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളും ചാവേറുകളായി ഈ ബ്രിഗേഡിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഈ പോരാട്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ബലൂച്ച് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ
പാക് സൈന്യവും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പ്രവിശ്യയിൽ നടത്തുന്നത്. ആളുകളെ ബലമായി തട്ടിക്കൊണ്ടുപോയി കാണാതാക്കുക, ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കാട്ടിലും വിജനമായ പ്രദേശങ്ങളിലും തള്ളുക തുടങ്ങിയ നയങ്ങളുടെ 10,000-കണക്കിന് ബലൂച്ച് യുവാക്കളെയും ബുദ്ധിജീവികളെയും പാക് സൈന്യം ഇതിനോടകം ഇല്ലാതാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും പാകിസ്ഥാൻ ഇത് ഗൗനിക്കാറില്ല. ഇത്തരം കടുത്ത നീതികേടുകൾ ബലൂച്ച് ജനതയ്ക്കിടയിൽ പാകിസ്ഥാനോടുള്ള പ്രതികാര ചിന്ത വർദ്ധിപ്പിക്കുകയും കൂടുതൽ യുവാക്കളെ BLA പോലുള്ള സായുധ സംഘടനകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഗ്വാദറിലെ ജീവാനി കോസ്റ്റ് ഗാർഡ് ക്യാമ്പിൽ നടന്ന ആക്രമണം ബലൂചിസ്ഥാന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം നേടും വരെ ഇതേ തീവ്രതയിൽ തുടരുമെന്നാണ് BLA പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ഭീകര സംഘടനയായി പാകിസ്ഥാനും അമേരിക്കയും ഈ കൂട്ടായ്മയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സ്വന്തം മണ്ണും വിഭവങ്ങളും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാനുള്ള വിപ്ലവമായിട്ടാണ് BLA തങ്ങളുടെ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആവശ്യങ്ങളെ തോക്കിൻ മുന്നിൽ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ഈ ചോരക്കളിക്ക് വിരാമം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള സായുധ പോരാട്ടങ്ങളെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയും കൃത്യമായ നയതന്ത്ര തന്ത്രങ്ങളോടെയുമാണ് നിരീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ ഏത് തരത്തിലുള്ള ഭീകരവാദത്തെയും സായുധ ആക്രമണങ്ങളെയും തള്ളിപ്പറയുന്ന വ്യക്തമായ നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തും നടക്കുന്ന ചാവേർ ആക്രമണങ്ങളെയും സായുധ കലാപങ്ങളെയും ഇന്ത്യ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്നില്ല. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രയോഗിക്കുമ്പോഴും പാകിസ്ഥാനിലെ ആഭ്യന്തര സായുധ ഗ്രൂപ്പുകൾക്ക് സൈനിക സഹായം നൽകുന്ന നയം ഇന്ത്യക്കില്ല. എന്നാൽ ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ബലൂച്ച് ജനതയെ അടിച്ചമർത്തുന്നതിനെയും ഇന്ത്യ പലതവണ അന്താരാഷ്ട്ര തലത്തിൽ അപലപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ശക്തമായി സംസാരിച്ചിട്ടുമുണ്ട്. ഭൂരാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പദ്ധതികളാണ്. ഗ്വാദറിൽ ചൈനീസ് നാവികസേന താവളം ഉറപ്പിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ വളയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ദില്ലി കാണുന്നത് പോലും. കൂടാതെ ഈ പദ്ധതി കടന്നു പോകുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായ പാക് അധീന കശ്മീരിലൂടെ ആയതിനാൽ ഇന്ത്യക്ക് ഇതിൽ ശക്തമായ എതിർപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്വാദറിലെ ചൈനീസ് നിർമ്മിതികളെയും പാക് സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് BLA നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനെയും ചൈനയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ത്യ തന്ത്രപരമായി നിരീക്ഷിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ എന്ത് ആക്രമണം നടന്നാലും അതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ RAW ആണെന്ന് ആരോപിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം രീതിയാണ് എങ്കിലും ഇന്ത്യ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുന്നു. തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങളും ബലൂച്ച് ജനതയോട് ചെയ്യുന്ന ക്രൂരതകളും മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ കുറ്റം ചുമത്തുന്നത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇന്ത്യയോടുള്ള BLAയുടെ സമീപനം പരിശോധിച്ചാൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ സംഘടനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് അവർക്കുള്ളത്. ചരിത്രപരമായും രാഷ്ട്രീയമായും അവർ ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യമായിട്ടാണ് കാണുന്നത്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ നേരിടുന്ന ക്രൂരതകളിൽ ഇന്ത്യ ഇടപെടണമെന്നും തങ്ങളെ പാക് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യ സഹായിക്കണമെന്നും ബലൂച്ച് സ്വാതന്ത്ര്യ സമര നേതാക്കൾ പലപ്പോഴും പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തമായി സംസാരിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങളെ ബലൂച്ച് പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കാറില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും സാമ്പത്തിക വളർച്ചയെയും അവർ മാതൃകയായി കാണുകയും ചെയ്യുന്നു. അമേരിക്കയും പാകിസ്ഥാനും BLA ഒരു ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സ്വന്തം മണ്ണും വിഭവങ്ങളും സംരക്ഷിക്കാൻ പോരാടുന്ന വിപ്ലവകാരികളായി ഇന്ത്യ തങ്ങളെ അംഗീകരിക്കണമെന്നാണ് BLAയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ ആഗ്രഹം. ചുരുക്കത്തിൽ ചാവേർ ആക്രമണങ്ങളെ ഔദ്യോഗികമായി തള്ളിപ്പറയുമ്പോഴും ബലൂചിസ്ഥാനിലെ പാക് ചൈന അവിശുദ്ധ കൂട്ടുകെട്ടിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രാദേശിക ഘടകമെന്ന നിലയിൽ BLAയുടെ നീക്കങ്ങളെ ഇന്ത്യ സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.